നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു അവതാരത്തെക്കുറിച്ചാണ്. ആ അവതാരത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഈ അഡ്രസ്സും കുറ്റിയില്ലാത്ത ചിലരാണല്ലോ ഈ ഐറിച്ചിൻ്റെ എതിര് നാട്ടുകാരുടെ അഡ്രസ്സ് മുഴുവനും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ചാറ്റിലും ഇട്ടിട്ട് അത് ഫോൺ നമ്പറും ഒക്കെ ഇട്ടിട്ട് ഇവരെ വിളിച്ചോ അവരെ വിളിച്ചോ എന്ന് പറഞ്ഞ് ഈ കുറേ ഊളകൾക്ക് നമ്പർ കൊടുക്കുന്ന നമ്മുടെ ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത ആളുകളുടെ നമ്പർ ഏതൊക്കെയോ മക്കൾ വഴി അപ്പോൾ ചില മക്കൾ വഴി നമ്പറൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അത് ഇങ്ങനെ പബ്ലിക് ആക്കുന്ന ഈ ആളുകൾ ഇവന്മാർ. അപ്പം അവന്മാരെ പക്ഷേ ഇവന്മാരെ ഏത് കാട്ടിക്കിടക്കുന്നവന്മാരാണെന്നും ഏത് കുഴിയിൽ നേറ്റ് വരുന്നതാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. കാരണം അവർക്ക് അഡ്രസ്സും കിട്ടിയൊന്നുമില്ല. അപ്പം അങ്ങനെയൊരു പക്ഷേ നമ്മൾ വോയിസിൽ നിന്ന് കേട്ട ഒരു ജോണി, ഒരു തൈക്കളവൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ കൊണ്ട്, പ്രായത്തിൻ്റെ നമ്പർ കൊണ്ട് മാത്രമല്ല, മെൻറ്റാലിറ്റി കൊണ്ടും കൂടിയാണ്. അപ്പോൾ ആ ജോണിയുടെ ഒരു വോയിസ് ഇപ്പം തന്നെ ആദ്യം കേൾപ്പിക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു സാധനം. ഞാനൊരു 10-25 വർഷമായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. ചിലപ്പം കേരളമൊക്കെ ഒത്തിരി മാറി കാണുമായിരിക്കും. ഓക്കെ, കേട്ടോ. അതായത് 25 വർഷമായിട്ട് പുള്ളി കേരളത്തിലില്ല പോലും. ഇന്ന് ഇപ്പോൾ എന്നെ പോലെ ഉള്ള എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ, എനിക്ക് 29 വയസ്സായി, നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായിട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, അത്രയും വർഷം മുമ്പ് നമ്മൾക്ക് ഈ കുട്ടിയും കോലും കളിക്കാൻ പോലും പ്രായമായിട്ടില്ല. 4-5 വയസ്സിലായിട്ടുള്ളൂ. അംഗൻവാടിയല്ല, 1ാം ക്ലാസ്സിൽ ചേർന്ന ആ ഒരു കാലത്ത് നാട് വിട്ട ആളാണ് ഈ ജോണി. ഇറ്റലിയിലും കണ്ട. അപ്പോൾ ഇറ്റലിയിൽ ഏതോ സായിപ്പിൻ്റെ കിടുങ്ങാമണിയെ തൂങ്ങിയാണ് ഇവൻ ഇരിക്കുന്നത്. അന്നേ അവിടെ തൂങ്ങിയിരിക്കുകയാണ്. അപ്പം ഇവർക്ക് ഇങ്ങനെ തേച്ചും തഴുകിയും കൊടുത്ത് അവിടെ ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ പോവുകയാണ് ഈ ജോണി. ഏതോ വീട്ടിലെ അടിച്ചളിക്കാരനെ കണ്ടാണ് സായിപ്പിൻ്റെ മദാമിന് തുണി ഇളക്കി കൊടുക്കുന്ന ഈ ജോണിക്ക് കേരളത്തോട് എന്ത് സാമൂഹിക പ്രതിബദ്ധത. അത് ഈ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് വേറൊരു ക്ലിപ്പുണ്ട്, അതിൻ്റെ ഇല്ല. പക്ഷേ ഇയാൾ പറയുന്നത് എന്തിനാണ് താൻ ഈ ഹൈറിച്ചിനെതിരെ ഇങ്ങനെ കടന്ന് ചരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വാട്സപ്പ് ഗ്രൂപ്പ്, ഈ നെഗറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാക്കിയവൻ തന്നെ ഈ പടുകളവൻ ജോണിയാണ്. അപ്പോൾ ഈ ജോണി ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് വേണ്ടിയാണെന്ന് അങ്ങോട്ട് ഹൈറിച്ചിൽ ഉള്ള ചോദിച്ചപ്പോൾ പറയുന്നത് കേരളത്തിലുള്ളവരുള്ള സാമൂഹിക പ്രതിബദ്ധത. 25 വർഷമായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധത ആയിരിക്കണമല്ലോ അത്. അപ്പോൾ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ജോണി കേരളത്തിൽ എത്ര സ്കൂളാണ് നടത്തുന്നതെന്നും, കേരളത്തിൽ എത്ര സ്കൂൾ കുട്ടികളെ സ്പോൺസർഷിപ്പ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടെന്നും, എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നും, എത്ര കുടുംബങ്ങളിലേക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്നും അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. നമ്മളൊന്നും അറിയുന്നത് ആ സാമൂഹിക പ്രതിബദ്ധത ഒന്ന് അറിയണ്ടേ. അല്ലാണ്ട് 2024 ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെ ഒരു കേസ് അന്വേഷണം വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ചടകുടം എണീറ്റ് സാമൂഹിക പ്രതിബദ്ധത, ഒരു സാമൂഹിക പ്രതിബദ്ധത അല്ലല്ലോ. ഈ പേപ്പട്ടിക്കൊന്നും ഒരു മണ്ണാങ്കട്ടയും പറയാനില്ല. ഇത് കേരളം എന്ന് പറഞ്ഞ നാട് മാറുന്നുണ്ട്. നമ്മുടെ ആ കാലഘട്ടത്തിൽ, ഏതോ കാലത്ത് 25 വർഷം മുമ്പ് ഇന്ന് പോകുമ്പോഴുള്ള ഈ കേരളത്തിലെ ഈ പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ തെണ്ടിക്ക് ആ സാഹിബിൻ്റെ കീഴിൽ കിടന്ന് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അനുഭവിച്ച് പോകുമ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാവാനും കുറച്ച് പേർക്ക് നല്ല പൈസ കിട്ടാനും, അപ്പോൾ പൈസയാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട സോഴ്സ്, അതൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടിട്ട് അവൻ്റെ അടിമുടി അങ്ങ് പെരുത്ത് കയറിയിട്ട് ആണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായത്. ഈ പേപ്പട്ടിക്ക് ഞാൻ ഈ ചില കുറച്ച് കടന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പൊതുവേ ബാക്കി പലരും പറയുന്നൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പേപ്പട്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പേ പിടിച്ച പട്ടീനെ നമുക്ക് സുകുമാര എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പേപ്പട്ടി തന്നെയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇവനൊന്നും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും അല്ല ഇതിൻ്റെ ഒന്നും ഈ ഹൈറിച്ചിനെതിരെ തിരിയുന്നതിന് കാരണം. ഇത് ഇത്തരത്തിലുള്ള ഏതോ സായിപ്പിൻ്റെ കിടുങ്ങാമണിയെ തൂങ്ങി അവന് തുണി വിലക്കി കൊടുത്ത് പല പരിപാടികളൊക്കെ ചെയ്തിങ്ങനെ ഇറ്റലിയിലും അവിടെ ഇവിടെയൊക്കെ കടന്നിട്ട് അവിടുത്തെ കറൻസി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല കാശുണ്ടല്ലോ, പിന്നെ അവിടുത്തെ സൗകര്യങ്ങളും വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു മാറ്റം വരുന്നു, കുറച്ച് പേർക്ക് വരുമാനം കിട്ടുന്നു, കാശ് കിട്ടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ മനസ്സും പഴകിയ പുഴുത്തുപോയ പണ്ടത്തെ ആ കൾച്ചറും വെച്ചുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ കൾച്ചറാണ് പണ്ടത്തെ മലയാളിയുടെ ഒരു കൾച്ചർ. പണ്ടത്തുള്ള ഇപ്പോഴും ഉണ്ടത്. അതിൻ്റെ ആ ഒരു പുഴുത്ത ആ കൾച്ചറും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് അത് തന്നെ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഒരു എരണം കെട്ട ജോണി. ഈ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ തെറിയും വൃത്തികേടും എന്തൊക്കെയാണ് ഇയാളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ വൃത്തികേടുകൾ. ഇത് ഓരോരോ ആളുകൾ, അത് ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള, ഹൈറിച്ചിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ, അതായത് ഇയാൾക്ക് അയാളുടെ ഫ്രസ്ട്രേഷൻ, ഈ കാശ് ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ മാറ്റം വരുന്നു, അയാൾക്ക് കിട്ടാത്തത് എന്തോ കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഫ്രസ്ട്രേഷൻ ഭ്രാന്തിളകിയിട്ട് തീർക്കുന്നതാണ് ഈ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിലാണ് പലരും പലതും കേൾക്കുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള ആളുകളെ കുറച്ച് പേരുണ്ടല്ലോ. അപ്പം ഇതിനൊക്കെ ഇവനൊന്നും പറയാൻ, ഞാൻ പറഞ്ഞു, ജോണിക്കൊന്നും ഇനിയിപ്പോൾ അധികാലം ഈ പറഞ്ഞ പോലെ ഇവനൊരു തിരിച്ചടി കിട്ടാനുള്ള കാലമൊന്നുമില്ല. അവൻ്റെ കാലമൊക്കെ കഴിയാറായ കാലമാണ്. പക്ഷേ
ഇങ്ങനെ ഈ പറയുന്ന ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പവും ഒരു കുറ്റവും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു കമ്പനിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഈ ഫ്രസ്ട്രേഷൻ്റെ പേരിൽ കടന്നിട്ട് ഇങ്ങനെ വെകിളി കൊള്ളുന്നതിന് ഉള്ള ഉത്തരം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തരും ഉറപ്പായിട്ടും. ഗുഡ് ബൈ.